ആദ്യത്തെ ഒരു തെര്യപ്പെടുത്തലിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് through your 5 years of work for the people for which you are destined, only concentrate and focus on functionalism. Totally avoid functions. Be functional. Be extra functional. Functions ഒഴിവാക്കുക, functional ആവുക. വളരെ കൃത്യമാണ്. I will try to stick. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തിരുവനന്തപുരത്തേക്കുള്ള അങ്ങയുടെ ആദ്യത്തെ സന്ദർശനമാണ്. അങ്ങയ്ക്ക് തത്വമയിയുടെ പ്രേക്ഷകരുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ആദ്യം തന്നെ നേരുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 2 വകുപ്പുകളാണ്. അപ്പോൾ അതിലെ ഈ ടൂറിസം വകുപ്പിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകൾ, വലിയ പൊട്ടൻഷ്യലുള്ള ഒരു വകുപ്പാണ്. എന്നാൽ വേണ്ടവണ്ണം നമ്മൾ കേരളത്തിൽ ഇതുവരെ അത് ഉപയോഗിച്ചില്ല എന്ന ഒരു പൊതുബോധമുണ്ട്. ഈ ഗ്യാപ്പ് കവർ ചെയ്യാൻ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് ആ പൊതുബോധം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയോ ഉള്ള പ്രവർത്തനമല്ല. ബിഗിനിങ് ഓൺ എ ക്ലീൻ സ്ലേറ്റ്. അത് ഞാൻ ഒന്ന് റീകോൾ ചെയ്യേണ്ടത് പ്രൈം മിനിസ്റ്ററുടെ ശ്രീ നരേന്ദ്രമോദിജിയുടെ മുഖാമുഖം ഉണ്ടായിരുന്നു. 3 പേരിരുന്നിട്ട് അദ്ദേഹത്തെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതിനെല്ലാം ഉത്തരം നൽകിയ, ഒരു നോട്ടും റെഫറൻസും ഒന്നും ഇല്ലാതെ മൂളയിലുണ്ടായിരുന്നത് മുഴുവൻ അദ്ദേഹം പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേരളം എന്ന് പറഞ്ഞപ്പം ഇത്നാ സാ പോസിബിലിറ്റീസ്, ടൂറിസം, ആയുർവേദ, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലാണ്. ഞാൻ ഒരു പക്ഷേ ഒരു MP ആയി തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എല്ലാ മിനിസ്ട്രീസിലും ചെല്ലാൻ പറ്റുന്ന ഭരണഘടനാപരമായ ഒരു കടന്നുകയറ്റവും അതിന് ആർക്കും ഫീൽ ചെയ്യാത്ത ഒരു പദവി അത് തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്നിലൂടെ തന്നെ ചെയ്തെടുക്കണമെന്ന് പറയുന്ന പുതിയ ഒരു ടൂറിസം അനുഭവത്തിൻ്റെ ഒരു തട്ട്, ഒരു താലം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അത് ഞങ്ങൾ സെക്രട്ടറിമാർ വഴിയുള്ള സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും നേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റായിട്ട് വിളിച്ച് ആവശ്യപ്പെടുകയും മോണിറ്ററിങ് വഴി പിന്നെ കണ്ടെത്തിയതിൽ അപാകതകളുണ്ടെങ്കിൽ അത് പുതിയത് ഇതിന് മേലെ എന്ത് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയാൽ ഉറപ്പായിട്ടും ലോകത്തിന് കേരളത്തിൻ്റെ പുതിയ രുചി ടൂറിസത്തിലൂടെ സമ്മാനം ചെയ്യാം. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് എന്തിനെയൊക്കെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഓയിൽ നാവിഗേഷൻ എന്ന് നമുക്ക് ഈ ഗൾഫിൽ മാത്രം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രതിഭാസം. റിഗുകൾ അമേരിക്കൻ, റഷ്യൻ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും മലയാളിക്ക് എപ്പോഴും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതാണ് അവൻ്റെ തൊട്ടറിഞ്ഞ ജീവിതാനുഭവം ഉള്ളത്. ജീവനോപാധികളുടെ അനുഭവ മേഖല എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഓയിൽ റിഗ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് അവേ ഫ്രം ടൂറിസം. അതിൻ്റെ സേഫ്റ്റി പാരാമീറ്റേഴ്സ് അതിന് ഒരു പക്ഷേ അനുവദിക്കാത്തത് കൊണ്ടേ ആവാം. പക്ഷേ എന്താണ് പോസിബിൾ വേസ് ഓഫ് ടാപ്പിംഗ് പൊട്ടൻഷ്യൽ ഏരിയാസ് ഓഫ് tourism related to petroleum and navigational ideas. അതൊരു പക്ഷേ ഇതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതെ. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഒരു പക്ഷേ 150-200 കൊടുത്ത് ഡീസൽ അടിച്ചു, പെട്രോൾ അടിച്ചു, അത് ചിലപ്പം 1/2 ലിറ്റർ ആയിരിക്കും, 1 ലിറ്റർ ആയിരിക്കും, ഇത് അടിച്ചു എന്ന് പറയുന്ന ബന്ധം മാത്രമാണ് ഈ ഒരു മേഖലയുമായിട്ടുള്ളത്, അല്ലേ? വളരെ ഏലിയനാണ്. ബട്ട് ഇതില്ലാതെ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി പാരാമീറ്റേഴ്സ് ഇൻടാക്റ്റായി വെച്ചുകൊണ്ട് തന്നെ ഒരു ടൂറിസം, എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം പിന്നെ ഒരു ടെക്നിക്കൽ നോഹോ ഒക്കെ അടുത്ത ജനറേഷൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മ്യൂസിയം സന്ദർശിക്കുന്നു, സൂ സന്ദർശിക്കുന്നു, ചില വനമേഖലകളിൽ പോകുന്നു. ആ വനം തന്നെ റെസ്ട്രിക്റ്റഡ് വനത്തിനകത്താണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. വെർജിൻ വനത്തിലേക്ക് ഒന്ന് കാറി തുപ്പാൻ പോലും അനുവാദമില്ലാത്ത മേഖലകളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുചെന്ന് കാടിനോടും കാടിൻ്റെ ഉൽപ്പന്നങ്ങളോടും പ്രണയം ഒരുപക്ഷെ സാധ്യമാക്കുന്ന തരത്തിലുള്ള മൃഗങ്ങളോടെല്ലാം സ്നേഹമുണ്ടാവാനുള്ള ഒരു മാനസികാവസ്ഥ ഒരുക്കുന്നതിന് വേണ്ടി വെർജിൻ ഫോറസ്റ്റ് ടൂറിസം,
അത് സുപ്രീം കോടതിയുടെ ഒരു ജൂറിസ്ഡിക്ഷനിലായതുകൊണ്ട് അവിടെ നിന്നൊരു കൺകറൻസ് എടുത്തുകൊണ്ട് എത്രമാത്രം നമുക്കത് സാധ്യമാക്കാം. ഇതെല്ലാം ഭൂമിയും ഭൂമിയുടെ സൃഷ്ടാവും തരുന്ന നന്മയാണ്. അത് നുകരാൻ, അതിനെ എക്സ്റ്റോർട്ട് ചെയ്യരുത്, എക്സ്റ്റോർട്ട് ചെയ്യരുത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ടോട്ടൽ എക്സ്റ്റോർഷൻ. അങ്ങ് പറയാത്ത മറ്റൊരു ഇതിൻ്റെ തീർച്ചയായിട്ടും അങ്ങയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായിരിക്കും സ്പിരിച്വൽ ടൂറിസം. കേരളത്തിൽ വലിയൊരു സാധ്യതയുള്ള ഒരു എല്ലാം പ്രധാനമന്ത്രിയുടെ പദ്ധതികളിൽ ഉള്ളതാണ്. സ്പിരിച്വൽ ടൂറിസം റിലേറ്റഡ് ടു ജ്യോതിർലിംഗാസ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതിനീങ്ങ് ഒന്നുകിൽ പിറവത്ത് ശങ്കരാചാര്യരുടെ ജന്മഗൃഹത്തിലോ അല്ലെങ്കിൽ കാലടിയിലോ, അതേതാണെന്നുള്ളത് ഒരു ജനറൽ കൺസെൻസസ് എടുത്തിട്ടായിരിക്കും അത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇതിനകത്തൊരു സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പല ഏരിയയിലും ബൈഫക്കേറ്റ് ചെയ്ത് സ്പിരിച്വലിസത്തിൽ തന്നെ ടു ഫെസിലിറ്റേറ്റ് പേഴ്സണൽ സ്പിരിച്വൽ നീഡ്സ്, പേഴ്സണൽ സ്പിരിച്വൽ ടേസ് അല്ലെങ്കിൽ അഫർമേഷൻസ്, അതിനുവേണ്ടി ഇത് ബൈഫക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ മലയാറ്റൂർ പള്ളി, അങ്കമാലി ലൂർദ് മാതാവ്, which I am planning to make the prime spot of spiritualism in Kerala. I am just praying. അങ്ങ് മിനിസ്റ്റർ ആയ ശേഷം ഞാൻ BJPയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ല, ഞാൻ മറിച്ച് കേരളത്തിൻ്റെ മലയാളികളുടെ കേന്ദ്രമന്ത്രിയാണ് എന്ന് ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അങ്ങയുടെ പ്രവർത്തനങ്ങളിലും സന്ദർശനങ്ങളിലും ഒക്കെ ഉണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അതിലെനിക്ക് പരിചിതമായ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒരു വിവിധ മേഖലകളിലുള്ള പശ്ചാത്തലങ്ങളുണ്ട്. അതിൻ്റെ പൂർണ്ണമായ അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് അത് ടാപ്പ് ചെയ്യണം എന്നതാണ് ഉദ്ദേശം. അപ്പോൾ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയർമാൻ അതും പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പേരാണ് അല്ലേ. ജൂതപ്പള്ളിക്ക് പുതിയ ഒരു രൂപവും അതിൻ്റെ ഒരു ഹോളിനെസ്സും അതിൻ്റെ ഒരു സ്പിരിച്വൽ നേച്ചറും അതിൻ്റെ സ്ഥാപിതമായ ഉദ്ദേശത്തിനുള്ള ഒരു മര്യാദയും നൽകുന്ന തരത്തിൽ സിനഗോഗ്, അതും എൻ്റെ ഫോക്കസിലുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസ് നേരിട്ട് ഏറ്റെടുത്ത ആളാണ്. ഇപ്പോൾ താങ്കളാണ് കേരളത്തിൽ നിന്നുള്ള ഭരണകക്ഷിയുടെ ഏക MP. കേന്ദ്രമന്ത്രി എന്നുള്ളത് പിന്നീടാണ്. അപ്പം ബാക്കിയുള്ള ഈ 19 പേരുമായിട്ടുള്ള കോർഡിനേഷൻ ഒരു ചലഞ്ചാവുമോ? 19 പേരല്ല, 542 പേരുമായിട്ടുള്ള കോർഡിനേഷനാണ് എനിക്ക് ആ പദവി കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ജനങ്ങൾ എനിക്ക് തന്ന പദവി എന്ന് പറയുന്നത് 543-ൽ ഒരാൾ. ഇത് രണ്ടും മാനിക്കപ്പെടും. അങ്ങ് കേന്ദ്രമന്ത്രിയായ ശേഷം നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു തലവേദനയായിട്ട് മാറുമോ? ഒരിക്കലും ഇല്ല. ഞാൻ എന്താണെന്ന്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ കൺസമേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഹൃദയം തരാം, ഉരച്ചു നോക്ക്. ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കുന്നില്ല, ആവില്ല. അതെൻ്റെ നിശ്ചയമാണ്. ഞാൻ രാഷ്ട്ര സേവകനാവണം, ഞാൻ ജനങ്ങളുടെ സേവകനാവണം. എൻ്റെ പ്രധാനമന്ത്രി അബുദാബിയിൽ വെച്ച് പറഞ്ഞതുപോലെ എൻ്റെ ഈശ്വരമൂർത്തികളെല്ലാം, ബിംബങ്ങളെല്ലാം എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ പിന്തുണയ്ക്കുന്ന ജനതയാണ്. 100 ദിവസം ദൈവങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യം കൂടെ. 100 ദിവസത്തെ കർമ്മപരിപാടി പ്രധാനമന്ത്രി ഓരോ വകുപ്പിനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങയുടെ പ്രവർത്തനങ്ങൾ അങ്ങ് ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പ്രധാന പ്രയോറിറ്റീസ്? ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ചെന്നിരുന്ന് ഒരു ബ്രീഫിങ്ങേ പെട്രോളിയത്തിൽ ഇതുവരെ നടന്നുള്ളൂ. ഒരു 10-25 ബ്രീഫിംഗ് എങ്കിലും ഇല്ലാതെ എനിക്ക് ആ ഒരു മേഖലയിലേക്ക് എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു നൽകണം. ഇതിന് സമയമെടുക്കും. പക്ഷേ ടൂറിസത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കൊണ്ട് മൈ ജോബ് ഇസ് വെരി ഈസി. ഞാൻ ആ ഒരു തോട്ട് പ്രോസസ്സ് മാത്രം ഒരു പ്ലാറ്ററിൽ എടുത്തുകൊണ്ട് അത് നിർവഹിച്ച് 100 ദിവസത്തെ പരിപാടികളിലേക്ക് എൻ്റെ മിനിസ്ട്രിയുടെ സംഭാവന. അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് എൻ്റെ ക്യാബിനറ്റ് സീനിയർ. അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ശാസനകളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. അത് സെർവ് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം,
ആദ്യത്തെ ഒരു തെര്യപ്പെടുത്തലിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ത്രൂ യുവർ 5 years ഓഫ് വർക്ക് ഫോർ ദ പീപ്പിൾ ഫോർ വിച്ച് യു ആർ ഡെസ്റ്റിൻഡ് only concentrate and focus on functionalism. Totally avoid functions. Be functional. Be extra functional. ഫങ്ഷൻസ് ഒഴിവാക്കുക, ഫങ്ഷണൽ ആവുക. വളരെ കൃത്യമാണ്. I will try to stick. ഈ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നത് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാധാരണക്കാരോട് അങ്ങേക്ക് എന്താണ് ക്ലാരിഫിക്കേഷൻ? സാധാരണക്കാരോട് ഞാനൊരു കലാകാരനാണ്. എനിക്ക് എൻ്റെ മാധ്യമ ശൃംഖലയുണ്ട്. അതിലൂടെ ഞാൻ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ സംസാരിക്കും. അതെൻ്റെ ആയുധമാക്കും. എൻ്റെ ആയുധമാക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ എങ്കിലും എന്നെ നിർബന്ധിക്കരുത്. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അങ്ങേക്ക് മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നു. താങ്ക് യു സോ മച്ച്.